ഫ്രീ വീഡിയോ ക്ലാസുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമസ്കാരം, ഞാൻ മോഹനകൃഷ്ണൻ. സെക്രട്ടേറിയറ്റ് ടെസ്റ്റിൻ്റെ പരീക്ഷയിലെ മലയാള ചോദ്യത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഇവിടെ നടത്തുന്നത്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ വളരെ എളുപ്പമുള്ളതും യാതൊരുവിധ ദുരൂഹതകളില്ലാത്തതുമായ 10 ചോദ്യങ്ങളാണ് ചോദ്യകർത്താവ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പരിശോധിച്ചാൽ, ഇത് കഴിഞ്ഞ കാലങ്ങളിൽ PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ തന്നെ ഒരാവർത്തനം ആയിരുന്നു. ഇതിൽ നിന്നും നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, എപ്പോഴും PSC പരീക്ഷകളിൽ ചോദ്യങ്ങൾ ആവർത്തനങ്ങൾ ഉണ്ടാകും. ഈ ആവർത്തനം പഠിക്കുകയാണെങ്കിൽ ഏതാണ്ട് മലയാളത്തിലെ 10 ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെയുള്ള ഒരു ചോദ്യമാണ് ഈ പ്രാവശ്യവും ചോദ്യകർത്താവ് ചോദിച്ചിട്ടുള്ളത്. വ്യാകരണ ഭാഗത്തെ പൂർണ്ണമായും ഒഴിവാക്കാതെ വ്യാകരണത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ഭാഷാ പരിജ്ഞാനം ലഭിക്കത്തക്ക തരത്തിലുള്ള ഒരു ചോദ്യാവലിയാണ് ഇവിടെ അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ളത്. അക്കാരണത്താൽ ഉദ്യോഗാർത്ഥികൾക്ക് ഇത് വളരെ സൗകര്യപ്രദമായിരുന്നു. 10 ചോദ്യവും ഉത്തരം എഴുതാൻ സാധിക്കുന്നവയായിരുന്നു എന്നുള്ളതിന് നിസ്സംശയം പറയാം. അക്കാരണത്താൽ ഞാൻ ചോദ്യകർത്താവിനെ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു. എങ്കിലും 1-2 വ്യാകരണ ചോദ്യങ്ങൾ കൂടി ചോദിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിരിച്ചെഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. സാധാരണ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ പിരിച്ചെഴുതത്തക്ക തരത്തിലുള്ള ഒരു ചോദ്യമാണ് വരിക. എന്നാൽ ഈ പ്രാവശ്യം അങ്ങനെയല്ല. രാമായണത്തിലെ അധ്യാത്മരാമായണത്തിലെ ലക്ഷ്മണോപദേശത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വരിയാണ് ചോദ്യകർത്താവ് പിരിച്ചെഴുതാനായിട്ട് കൊടുത്തിട്ടുള്ളത്. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം. ഇവിടെ നമ്മൾ 4 രീതിയിലാണ് പിരിച്ചിട്ടിരിക്കുന്നത്. ക്രോധമല്ലോ എന്ന് ഒന്നാമത്തെ ഓപ്ഷനിൽ നിജ ധർമ്മക്ഷയ അധികം കരം എന്നാണ്. അത് നമുക്ക് ശരിയായിട്ടുള്ള ഒരു പ്രയോഗമല്ല. രണ്ടാമത്തേതിൽ വരുമ്പോൾ ക്രോധം അത് കഴിഞ്ഞിട്ട് അധികം മല്ലോ എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അത്തരം പ്രയോഗം നമുക്ക് മലയാളത്തിൽ ഇല്ല. 4ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രോധമല്ലോ നിജധർമ്മ, അവിടെ നിന്റെ ധർമ്മ എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ശരിയായ രീതിയിൽ ഉത്തരമല്ല. എന്നാൽ 3ാമത്തെ ഓപ്ഷൻ നോക്കിയാൽ അറിയാം, ക്രോധം അധികം അല്ലോ അധികം നിജ അധികം ധർമ്മ അധികം ക്ഷയകരം. ഇതാണ് ശരിയായിട്ടുള്ളത്. ക്രോധം അധികം അല്ലോ അധികം നിജ അധികം ധർമ്മ ക്ഷയകരം. അപ്പോൾ ക്രോധമല്ലോ നിജ ധർമ്മ ക്ഷയകരം. ഇതുപോലെ നമുക്ക് പിരിക്കാവുന്ന മറ്റ് പദങ്ങളുണ്ട്. പുത്ര മിത്രാർത്ഥ കളത്രാദി സംഗമം ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ് ഇതേ തരത്തിൽ. പുത്ര അധികം മിത്ര അധികം കളത്ര അധികം ആദി സംഗമം എന്ന് വേണമെങ്കിലും പിരിക്കാം. അല്ലെങ്കിൽ ആദി അധികം സംഗമം ആദി സംഗമം, ഇങ്ങനെ പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എന്ന് പിരിക്കാം. അതേപോലെ തന്നെ നമുക്ക് പിരിക്കാവുന്ന മറ്റൊന്നുണ്ട്, രാജ്യദേഹാദികൾ. രാജ്യം ദേഹം, രാജ്യം അധികം ദേഹം അധികം ആദിയായവ എന്ന് പിരിക്കാം. തത്തൽ ജന്യം, അവിടെ നമുക്ക് 2 പ്രാവശ്യം തത്ത് അധികം ജന്യം തത്തൽ ജന്യം. ഉപനിഷത്ത്, ഉപ അധികം നിഹ അധികം വിസർഗം ഉപയോഗിക്കണം, നിഹ അധികം സത്ത് ഉപനിഷത്ത്. ഇങ്ങനെ വരികൾ ധാരാളമായിട്ട് വേണമെങ്കിൽ നമുക്ക് പിരിച്ചെഴുതാവുന്നവയാണ്. ഈ ചോദ്യം വളരെ നല്ല ഒരു ചോദ്യമാണ്. ഭാഷാ പരിജ്ഞാനം ഉണ്ടാക്കാൻ തന്നെ വളരെ ഉപകരിക്കും. കാരണം കുട്ടികൾ ഉദ്യോഗാർത്ഥികൾ ഇനിയും കുറെ കൂടി ആഴത്തിൽ പിരിച്ചെഴുതാൻ പഠിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. അത്തരത്തിൽ ഈ ചോദ്യം വളരെ മനോഹരമായിരിക്കുകയാണ്. അല്ലെങ്കിൽ കുട്ടികൾക്ക് എഴുതാൻ വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. അടുത്തത് 2ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇത് ഒരു കടങ്കഥയാണ്. കഴിഞ്ഞ പരീക്ഷയിലും ഒരു കടങ്കഥയുണ്ടായിരുന്നു. ഈ പ്രാവശ്യവും കടങ്കഥ ചോദ്യകർത്താവ് ഒഴിവാക്കിയിട്ടില്ല. ഈ പ്രാവശ്യം ചോദിച്ചിരിക്കുന്ന ചോദ്യം കൊക്കിരുന്നു കുളം വറ്റി. ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു കടങ്കഥയാണ്. സാധാരണ കുട്ടികൾക്കെല്ലാം തന്നെ അറിയാവുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ കൊടുത്തിരിക്കുന്നത് വയൽ, കിണർ, എഞ്ചിൻ, റാന്തൽ വിളക്ക് എന്നാണ്. സാധാരണയായിട്ട് കണ്ടുവരുന്നത് നിലവിളക്ക് എന്നാണ് കൊടുത്തിട്ടുള്ളത്.
എന്നാൽ ഇവിടെ മറ്റ് ഓപ്ഷനുകൾ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ റാന്തൽ വിളക്ക് എന്ന് പറഞ്ഞപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി, റാന്തൽ വിളക്കാണ് കൊക്കിരുന്നു കുളം വറ്റി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം. ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ അടുത്ത പരീക്ഷയിൽ ചോദിക്കാവുന്ന 3-4 ചോദ്യങ്ങൾ ഉണ്ട്. കടങ്കഥകൾക്കകത്ത് നമുക്ക് ശാരിവള്ളി ശകുന്തളവള്ളി ആദ്യം കറുത്തിട്ട് പിന്നെ വെളുത്തിട്ട്, ഉത്തരം തലമുടിയാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞാൽ അമ്മ കല്ലിലും ഉള്ളിലും മകൾ കല്യാണപ്പന്തലിൽ, ഇവിടെ വാഴക്കുല എന്നാണ് ഉത്തരം. അമ്മയെ ഉമ്മ വെച്ചു മകൻ വെന്തു മരിച്ചു, ഇത് തീപ്പട്ടിക്കൊള്ളി എന്നാണ് ഇതിൻ്റെ ഉത്തരം. അപ്പാട്ടുണ്ടൊരു കൊട്ടത്തേങ്ങ തൂക്കിപ്പിടിക്കാൻ ഞെട്ടില്ല, ഇത് വളരെ പ്രസിദ്ധമായിട്ട് ഉള്ള ഒരു ചോദ്യമാണ്. മുട്ട എന്നാണ് അതിൻ്റെ ഉത്തരം. അമ്മയ്ക്ക് വാലില്ല മക്കൾക്കെല്ലാം വാല്, തവള എന്നാണ് ഇതിൻ്റെ ഉത്തരം. 1000 പൊടിയരി അതിലൊരു നെടിയരി, ചന്ദ്രനും നക്ഷത്രങ്ങളും എന്നാണ് അതിൻ്റെ ഉത്തരം. ഓടാത്ത അമ്മയ്ക്ക് ഓടും കുട്ടി, അമ്മിക്കുഴവി എന്നാണ് ഈ കടങ്കഥയുടെ അർത്ഥം. രാമനിലുണ്ട് സീതയിലില്ല, പുത്രിയിലുണ്ട് മകളിലില്ല, 2 അക്ഷരമുള്ള ഞാൻ ആര്, രാത്രി എന്നാണ് അതിൻ്റെ ഉത്തരം. ഇങ്ങനെ ധാരാളം കടങ്കഥകൾ നമുക്ക് പരീക്ഷകളിൽ ചോദിക്കാവുന്നതാണ്. ഇനി 3-ാമത്തെ ചോദ്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്നാണ്. ഇത് 2013 കമ്പനി ബോർഡിൽ ചോദിച്ചിരുന്ന ഒരു ചോദ്യത്തിൻ്റെ ആവർത്തനമാണിത്. സാധാരണ നമ്മൾ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണിത്. ആളുകളെ വേദികളിലേക്ക് സ്വീകരിക്കുന്ന ആള് അല്ലെങ്കിൽ വ്യക്തികൾക്ക് സ്വാഗതം പറയുന്നയാള് അദ്ദേഹത്തെ ഹാർദവമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു എന്ന് തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഹൃദയത്തിൽ നിന്നും വരുന്നത് എന്ന അർത്ഥത്തിലാണ് ഹാർദം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹാർദവം അല്ല, മറിച്ച് എന്താണ് ഹാർദം എന്ന്. ഉത്തരം എ ആണ് ശരി. ഇതേപോലെ തന്നെ പല ആളുകളും തെറ്റായിട്ട് പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ നേതാവായി തെരഞ്ഞെടുത്തു. ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നല്ല ഉപയോഗിക്കേണ്ടത്, മറിച്ച് പ്രചാരണം എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഫലിത സാമ്രാട്ടിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, അവിടെ സാമ്രാട്ട് എന്ന പദം തെറ്റാണ്, മറിച്ച് സമ്രാട്ട് എന്നാണ് ചോദിക്കേണ്ടത്. ഇതും വളരെ മനോഹരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് ആളുകൾക്ക് വേണമെങ്കിൽ തെറ്റാവുന്ന, കാരണം നിത്യ ജീവിതത്തിൽ ഹാർദവം എന്ന് പ്രയോഗിക്കുന്നത് കൊണ്ട് വേണമെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഇത് തെറ്റാവുന്ന ഒരു ചോദ്യമാണ്. എന്നാൽ ശ്രദ്ധിച്ചെഴുതിയിട്ടുള്ള ആർക്കും തന്നെ ഈ ചോദ്യം തെറ്റും എന്ന് തോന്നിയിട്ടില്ല. ഇതിൻ്റെ ഉത്തരം 3-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ ഹാർദം എന്നാണ്. അടുത്തത് 4-ാമത്തെ ചോദ്യമാണ്. ശരിയായ പദം ഏതെന്നാണ് ചോദ്യം. ഐച്ഛികം എന്നാണ് ചോദ്യത്തിൻ്റെ ഉത്തരം എ. ഐച്ഛികം, ചായും ഇച്ഛായും ചേർന്ന ഐച്ഛികം എന്നാണ് ഈ ചോദ്യത്തിൻ്റെ. നമ്മൾ ഇങ്ങനെയാണ് ഇത് എഴുതുക, ഐച്ഛികം. കണ്ടോ, ഇതാണ് ശരിയായിട്ടുള്ള വാക്ക്. അവിടെ ഷായും ചായും ഉപയോഗിക്കേണ്ട കാര്യം ഇല്ല. ഇതേപോലെ തന്നെ നമുക്ക് തെറ്റിപ്പോകാവുന്ന ധാരാളം വാക്കുകളുണ്ട്. ആധ്യാത്മീയം എന്നാണ് ആളുകൾ ഉപയോഗിക്കുന്നത്, പക്ഷേ വാക്കതല്ല, ആധ്യാത്മികം എന്നാണ് വാക്ക്. ആദ്യവസാനം എന്നാണ് ശരിയായിട്ടുള്ള പ്രയോഗം. ആധിക്യം എന്നാണ് ശരിയായിട്ടുള്ള പ്രയോഗം. അതിർത്തി അല്ല, മറിച്ച് അതിർത്തി ആണ് ശരിയായിട്ടുള്ള പ്രയോഗം. കൃത്രിമം എന്നാണ്, ക്രി അല്ല, മറിച്ച് കൃത്രിമം എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ ധാരാളം പദങ്ങൾ നമുക്ക് തെറ്റുതിരുത്താനുള്ളതിനകത്തിൽ നിന്നും അല്ലെങ്കിൽ ശരിയായ പദം ചോദിക്കാം. ഗ്രസ്തൻ, സായും തായുമായിട്ടുള്ള രോഗഗ്രസ്തൻ എന്ന പദമാണ് ഉപയോഗിക്കേണ്ടത്. ആദ്യക്ഷം എന്നല്ല നമ്മൾ പ്രയോഗിക്കേണ്ടത്, ആദ്യക്ഷം എന്നാണ് പ്രയോഗിക്കേണ്ടത്. കാരാഗ്രഹം എന്നുള്ളതല്ല പ്രയോഗം ശരി, കാരാഗൃഹമാണ് ശരി. അഭീഷ്ടം എന്നാണ് ശരിയായ പദപ്രയോഗം. ആച്ഛാദനം എന്നാണ് ശരിയായിട്ടുള്ള പദപ്രയോഗം. ഇങ്ങനെ ധാരാളം പദപ്രയോഗങ്ങൾ നമ്മൾ മലയാളത്തിൽ തെറ്റായിട്ടാണ് ഉച്ചരിക്കുന്നത്. ആ തെറ്റായിട്ടുള്ള ഉത്തരം അതല്ലെങ്കിൽ ശരിയായിട്ടുള്ള പദപ്രയോഗം കണ്ടെത്തുവാൻ ഒരു ഉദ്യോഗാർത്ഥിക്ക് പ്രാപ്തിയുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ചോദിച്ചിട്ടുള്ള ഈ ചോദ്യം വളരെ നന്നായിട്ടുണ്ട്.
ഇത് എല്ലാവരും ഇതിൻ്റെ ഉത്തരം എഴുതിയിട്ടുണ്ട്. നാലാമത്തെ ഉത്തരം എ ഐച്ഛികം. അഞ്ചാമത്തെ ചോദ്യം ശരിയായ വാക്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് അധ്യാപകന്റെ പ്രസംഗം പ്രചോദനപരവും പ്രേരണാപരവും ആയിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, പ്രചോദനവും പ്രചരണവും പ്രേരണയും ഏറെക്കുറെ ഒരേ അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ കാരണത്താൽ ആ വാക്യം ശരിയായിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയാൽ അധ്യാപകന്റെ പ്രസംഗം പ്രേരണാപരമായിരുന്നു. അപ്പോൾ അത് ഘടനാപരമായിട്ട് ശരിയായിട്ട് നമുക്ക് തോന്നുന്നില്ല. നാലാമത്തെ വാക്യം അധ്യാപകന്റെ പ്രസംഗം പ്രചോദകവും പ്രേരണാപരവുമായിരുന്നു. ഇത് രണ്ടും നമ്മൾ നാസികാ ചൂർണപ്പൊടി എന്ന് ഉപയോഗിക്കുന്നത് പോലെയുള്ള ഒരു പ്രയോഗമാണ്. അക്കാരണത്താൽ അതും തെറ്റാണ്. എന്നാൽ ബി യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാം, അധ്യാപകന്റെ പ്രസംഗം പ്രചോദനം നൽകുന്നതായിരുന്നു. ആ അധ്യാപകന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്നതായിരുന്നു. ഇതിനകത്ത് യാതൊരു തെറ്റുമില്ല. നല്ല ശുദ്ധമായ വാക്യ പ്രയോഗമാണ്. അക്കാരണത്താൽ അഞ്ചാമത്തെ ചോദ്യം അല്ലെങ്കിൽ 85ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി, അധ്യാപകന്റെ പ്രസംഗം പ്രചോദനം നൽകുന്നതായിരുന്നു. അടുത്തത് 86ാമത്തെ ചോദ്യം ഒറ്റപ്പദമാക്കുക. ഒറ്റപ്പദമാക്കാൻ മുമ്പുള്ള എല്ലാ പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. വളരെ നല്ല ചോദ്യം തന്നെയാണ്. ഈ പ്രാവശ്യം യാതൊരു പ്രയാസവും കൂടാതെ തന്നെ വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ലോകത്തെ സംബന്ധിച്ചത്. ഇവിടെ ചോദ്യകർത്താവ് ബുദ്ധിപൂർവമാണ് ഈ ചോദ്യം ചോദിച്ചതെന്ന് ഞാൻ ഊഹിക്കുന്നു. കാരണം മൂന്നാമത്തെ ഓപ്ഷൻ ലൗകികം എന്നാണ് ശരി. എന്നാൽ സാധാരണ ആളുകൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്ക് ലൗകികം എന്നാണ്. അപ്പം ഇതിൽ ഒരു തെറ്റായ ധാരണ ഉണ്ടായി ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ചെറിയ ആശയക്കുഴപ്പം ഉണ്ടാകും. ആ ഉണ്ടാക്കുക എന്ന ബോധപൂർവമുള്ള ഒരു നീക്കമാണ് ഈ ചോദ്യത്തിൽ ചോദ്യകർത്താവ് നടത്തിയിട്ടുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം സി, ലൗകികം എന്നാണ്. ലൗകികം അല്ല, മറിച്ച് സി ലൗകികമാണ്. ഇപ്പം നമ്മൾ ഒറ്റപ്പദം ഉപയോഗിക്കുമ്പോൾ വനത്തെ സംബന്ധിക്കുന്നത് ഒറ്റപ്പദമാണ്, വന്യം. ഭാരതത്തെ സംബന്ധിക്കുക എന്നുള്ളത് ഭാരതീയം. ഋഷിയെ സംബന്ധിക്കുന്നത് ആർഷം. കൃഷിയെ സംബന്ധിക്കുന്നത് കാർഷികം. പരലോകത്തെ സംബന്ധിക്കുന്നത് പാരത്രികം. ഈ ലോകത്തെ സംബന്ധിക്കുന്നത് ഐഹികം. എന്നിങ്ങനെ ധാരാളം ഒറ്റപ്പദങ്ങൾ ഉണ്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു പരീക്ഷയിൽ ചോദിച്ചിരുന്നത് ദശരഥന്റെ പുത്രന്റെ ഒറ്റപ്പദം എന്താണ്? ദാശരഥി. ജനകന്റെ മകൾ ജാനകി. ദ്രുപദന്റെ പുത്രി ദ്രൗപദി. പാഞ്ചാലന്റെ മകൾ പാഞ്ചാലി. മാരുതന്റെ പുത്രൻ മാരുതി. ഇങ്ങനെ ധാരാളം ഒറ്റപ്പദങ്ങളുണ്ട്. ഇതുപോലെയുള്ള ലളിതമായിട്ടുള്ള പദങ്ങൾ പരീക്ഷകളിൽ വീണ്ടും ഉണ്ടാകട്ടെ. അതുവഴി ഉദ്യോഗാർത്ഥികൾക്ക് സൗകര്യപ്രദമായ ചോദ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിപരീത പദം എഴുതാനാണ്. വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ശാന്തം എന്നാണ് ചോദ്യം. ശാന്തത്തിന് നമുക്കെല്ലാവർക്കും അറിയാം രൗദ്രം എന്നാണ് അതിൻ്റെ ഉത്തരം. വീരമെന്നും അശാന്തമെന്നും ദേഷ്യമെന്നും ഓപ്ഷനുണ്ട്. ഇവയൊന്നും തന്നെ ശരിയല്ല. ശാന്തത്തിൻ്റെ വിപരീതം രൗദ്രം തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. ഇതിനകത്ത് യാതൊരു വിധമായ കുഴപ്പങ്ങളും ഈ ചോദ്യത്തിൽ ഞാൻ കാണുന്നില്ല. അടുത്ത ചോദ്യം 88ാമത്തേതാണ്. ലേഖകൻ എന്ന വാക്കിന്റെ എതിർലിംഗം ആണ് ചോദ്യം. ലിംഗരൂപമാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നമ്മുടെ കമ്പനി ബോർഡിൽ ചോദിച്ചിരുന്നത് കവിയുടെ എതിർലിംഗമായിരുന്നു കവയിത്രി. എന്നാൽ ഈ പ്രാവശ്യം ചോദിച്ചിരിക്കുന്നത് ലേഖകൻ എന്നാണ് ചോദ്യം. ഇതിന്റെ സ്ത്രീലിംഗ രൂപമെന്ന് പറഞ്ഞത് ലേഖിക എന്നാണ്. നമ്മൾ ലിംഗരൂപത്തിൽ വരുമ്പോൾ ധാരാളം തെറ്റാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുണ്ട്. ദാതാവ് എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം എന്ന് പറയുന്നത് ദാത്രി. കർത്താവ് എന്ന് പറയുമ്പോൾ കർത്തൃ. രജകൻ എന്ന് പറയുമ്പോൾ, രജകൻ എന്ന് പറഞ്ഞാൽ രാജകൊട്ടാരങ്ങളിലെ അലക്കുകാരാണ് രജകൻ. രജകന്റെ എതിർലിംഗമാണ് രജകി. പൗരൻ എന്ന പദത്തിന്റെ എതിർലിംഗമാണ് പുരന്തറി. ജനകൻ എന്ന പദത്തിന്റെ എതിർലിംഗമാണ് ജനനി. ജനകൻ അച്ഛൻ, ജനനി അമ്മ. ഇങ്ങനെ എതിർലിംഗ രൂപം ധാരാളം ഉണ്ട്. ആശാൻ എന്ന പദത്തിൻ്റെത് ആശാട്ടി. അടുത്തത് ചേർത്തെഴുതാൻ ഉള്ള ചോദ്യമാണ്. ഹൃദ്വികാരം എന്നാണ് ചോദ്യം. വളരെ നല്ല ഒരു ചോദ്യമാണിത്. ഹൃത്ത് അധികം വികാരം, ഹൃദ്വികാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൃദ്വികാരം, അതായത് രണ്ടാമത്തെ ഓപ്ഷൻ ബി ഹൃദ്വികാരം എന്നാണ്.
ഇത് വളരെ നല്ല ഒരു ചോദ്യമാണ്. കാരണം ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പിരിച്ചെഴുതാൻ അല്ലെങ്കിൽ ചേർത്തെഴുതാൻ വളരെ ആഴത്തിൽ പഠിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉത് അധികം ഘാടനമാണ് ഉദ്ഘാടനം. മൃത്ത് അധികം ശകടികമാണ് മൃശ്ചകടികം. വാക് അധികം ദേവി വാഗ്ദേവി. ഹൃക് അധികം വേദം ഹൃഗ്വേദം. ഇങ്ങനെ ധാരാളം നമുക്ക് പിരിച്ചെഴുതാൻ നല്ല നല്ല വാക്കുകളുണ്ട്. ഇവയും യാതൊരു പ്രയാസവും കൂടാതെ എല്ലാവരും എഴുതിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും അവസാനത്തെ ചോദ്യമാണ്, 90ാമത്തെ ചോദ്യമാണ്. പഴഞ്ചൊല്ലിൻ്റെ സാരസ്യം എന്തെന്നാണ് ചോദ്യം. ഇത് 2014 തിരുവനന്തപുരം ജില്ലയിലെ LD പരീക്ഷയിൽ തന്നെ ചോദിച്ച ചോദ്യത്തിൻ്റെ ആവർത്തനമാണിത്. അല്പജ്ഞാനം ആപത്താണ് എന്നാണ് ഈ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം. ധാരാളം പഴഞ്ചൊല്ലുകൾ നമുക്ക് പഴകി പറഞ്ഞു പതിഞ്ഞ ചൊല്ലുകളെയാണ് പഴഞ്ചൊല്ലുകൾ എന്ന് ഉള്ളൂർ കേരള സാഹിത്യ ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ള ധാരാളം പഴഞ്ചൊല്ലുകളും നമ്മുടെ നാട്ടിലുണ്ട്. ഇവയെല്ലാം ഇനി വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷകളിലും ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യാകരണ ഭാഗത്തിന് കുറച്ചുകൂടി പ്രാധാന്യം നൽകിക്കൊണ്ട് പുതിയ ചോദ്യങ്ങൾ കൂടുതൽ ഉണ്ടാവട്ടെ. അതുവഴി ഉദ്യോഗാർത്ഥികൾക്ക് 10 മാർക്കും ലഭിക്കാനുള്ള സാഹചര്യം മലയാളത്തിൽ നിന്നും ഉണ്ടാകട്ടെ. അങ്ങനെ മലയാള ഭാഷ നമ്മുടെ ഭരണഭാഷയും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് പദപ്രയോഗങ്ങളൊക്കെയാണ്. അവയൊക്കെ ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും മലയാളത്തിലേക്ക് തിരിച്ച് വരാനുള്ള ഒരു കാൽവയ്പാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള നല്ല നല്ല ചോദ്യങ്ങൾ വീണ്ടും ചോദിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് മലയാളം ആഴത്തിൽ പഠിക്കാനും മലയാളത്തെ അറിയാനുമുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ചോദ്യകർത്താവിന് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ചോദ്യ പേപ്പറിൻ്റെ വിശദീകരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.